ഇതാണ് ഇവിടുന്ന് താഴ്ന്ന് ഉള്ള കാഴ്ച. നല്ല വലിപ്പമുള്ള പാർക്കാണ് കേട്ടോ. 4 പാട് മലകളാണ്. ഇവിടുത്തെ തന്നെ കല്ലുകൾ കൊണ്ടാണ് ഈ ഹട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ടൂറിസം ബേസ്ഡ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മസ്ഫൂത്തിലാണ്. അജ്മാൻ്റെ ഒരു എക്സ്ക്ലേവാണ് മസ്ഫൂത്ത്. മസ്ഫൂത്തിൽ കാണാൻ വേണ്ടി കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മസ്ഫൂത്തിലെ വിശേഷങ്ങളാണ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായ് ഷാർജ ഭാഗത്തു നിന്ന് വരുമ്പോൾ അൽവത്തൻ റോഡിൽ ഹത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് വലതുവശത്തായിട്ട് മസ്ഫൂത്ത് ഉള്ളത്. നമ്മളിപ്പോൾ ഏകദേശം മസ്ഫൂത്ത് എത്താറായി. ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മസ്ഫൂത്ത് ക്യാമ്പിംഗ് ഹട്ട് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട്. നമുക്കവിടെ നൈറ്റ് സ്റ്റേയും ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അങ്ങോട്ടാണ് ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 2-3 വർഷം മുമ്പ് ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ മുതലാണ് മസ്ഫൂത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വരുന്ന വഴിക്ക് ചെറുതായിട്ട് റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡ് ഡീവിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ശരിക്കും മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് മസ്ഫൂത്തിൻ്റെ ഉള്ളിലുള്ള റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളും കാണാൻ പറ്റി. എന്തായാലും ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോവാം. കാണുന്നത് ഒമാൻ ബോർഡറാണ്. ഈ ഗേറ്റ് വഴി GCC നാഷണൽസിന് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. മസ്ഫൂത്ത് ക്യാമ്പിംഗ് ഹട്ടിൽ വരുമ്പോൾ ഡയറക്റ്റ് ഈ റോഡിൽ വരിക. ബോർഡർ പോസ്റ്റ് കാണുന്നിടത്ത് നിന്ന് റൈറ്റ് എടുക്കണം. നമ്മുടെ ഇടതുവശത്ത് ഒമാനാണ്. ഇടതുവശത്ത് ഒമാനും വലതുവശത്ത് അജ്മാനും മസ്ഫൂത്ത്. അങ്ങനെ ഈ മസ്ഫൂത്ത് ക്യാമ്പിംഗ് ഹട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തു. മുമ്പ് വരുമ്പോൾ വേറെന്തോ ഒരു പേരായിരുന്നു. ഇപ്പോൾ അൽജസർ ഡാം പാർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഡാമുണ്ട്, നമുക്കത് കാണാം. ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നത്. നമുക്കിവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ഹട്ടുണ്ട്. ബാർബിക്യൂ ആണെങ്കിൽ ബാർബിക്യൂ ആണ് സൗകര്യമുണ്ട്. എന്നിട്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം, ഇവിടെ ബാർബിക്യൂ ചെയ്യാം. ഇത് പാർക്കിൻ്റെ പുറത്താണ്. പാർക്കിനകത്തും ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് പാർക്കിനകത്തോട്ടും കൂടെ പോകാം. പ്രധാനമായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ബാർബിക്യൂനായിട്ടും പിന്നെ അതുപോലെ തന്നെ നൈറ്റ് സ്റ്റേക്കും വേണ്ടിയിട്ടാണ്. നമുക്കെന്തായാലും പാർക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. പാർക്കിൻ്റെ ഉള്ളിൽ കുറേ ഹട്ടുകളൊക്കെ ഉണ്ട്. ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല വലിപ്പമുള്ള പാർക്കാണ് കേട്ടോ. 4 പാട് മലകളാണ്. ബാർബിക്യൂ ചെയ്യാനുള്ള ബോക്സാണ്. അതുപോലെ തന്നെ ബാർബിക്യൂനുള്ള ഗ്രില്ലും ഇവിടെ ഉണ്ട്. ഗ്രില്ലും വെച്ചിട്ടുണ്ട്. ഇത് ബാർബിക്യൂ ചെയ്യാനുള്ള സ്പേസാണ്. ഇതുപോലെയുള്ള കുറേ ഹട്ടുകളും ബാർബിക്യൂ സ്പോട്ടുകളും ഒരുപാടുണ്ട്. നല്ല തണുത്ത കാറ്റുണ്ട്.
ഇതുപോലെയുള്ള 3-4 ഹട്ടുകളാണുള്ളത്. ഇത് കുറച്ച് സൗകര്യമുള്ള വലിപ്പമുള്ള ഹട്ടുകളാണ്. പിന്നെ ഇതിൻ്റെ മേളിലൊന്നുണ്ട്, മേളിൽ കയറി നോക്കാം. ഇതാണ് ഏറ്റവും മേളിൽ ഉള്ള ഹട്ട്. ഇതിൻ്റെ ചുറ്റും മലകളാണ്. ഇവിടെ തന്നെ കല്ലുകൾ കൊണ്ടാണ് ഈ ഹട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും ബാർബിക്യൂ ചെയ്യാനൊക്കെ പറ്റും. ബാർബിക്യൂ ചെയ്യുന്നതിൻ്റെ പാടമൊക്കെ കാണുന്നുണ്ട്. നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടെൻ്റൊക്കെ അടിച്ചിട്ട് താമസിക്കാൻ പറ്റും. കൊള്ളാം. ഈ വലിയ ടൈപ്പിലുള്ള 4 ഹട്ടുകളാണുള്ളത്. ഇതിൻ്റെ ഏറ്റവും മേളിൽ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ആണ്. കിഡ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു കിഡ്സിൻ്റെ പാർക്കുണ്ട്. ഇത് കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ഹട്ട്. ഇത് കൊള്ളാം, കുഴപ്പമില്ല, നല്ല പ്രൈവസി ഉണ്ടാവും. ചുറ്റും മലകളാണ്. കൊള്ളാം. അജ്മാൻ ഗവൺമെൻറ് 2030 എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മസ്ഫൂത്തിനെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു എയർപോർട്ട് വരുന്നുണ്ട്, അതുപോലെ ടൂറിസം ബേസ്ഡ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. മൗണ്ടൻ ഹൈക്കിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. മസ്ഫൂത്തിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടാകുന്നേ ഉള്ളൂ. ഒരുപാട് ഡെവലപ്മെൻറ്റാണ് ഇനി മസ്ഫൂത്തിൽ വരാൻ പോകുന്നത്. നൈറ്റ് ക്യാമ്പിന് പറ്റിയൊരു സ്പോട്ടാണ് ഈ സ്ഥലം. അധികം ഡിസ്റ്റർബൻസ് ഒന്നും, പിന്നെ ഗ്രോസറിയോ കഫറ്റീരിയോ അങ്ങനെയൊന്നും അടുത്ത് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ആഹാര സാധനങ്ങളും ഒക്കെ നമ്മൾ നൈറ്റ് ക്യാമ്പിന് വരികയാണെങ്കിൽ കൊണ്ടുവരണം. അതൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നേരെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡാമാണ്. അപ്പോൾ ഡാമിൻ്റെയും കൂടെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ഇങ്ങോട്ടൊരു റോഡ് കാണുന്നുണ്ട്, ഓഫ് റോഡാണ്. രണ്ട് ദിവസം മുമ്പ് നല്ല മഴയായിരുന്നല്ലോ, അതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്. ഇതിനു മുമ്പ് വരുന്ന സമയത്ത് ഇത്രയും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ. ഈ വെള്ളമുള്ള സമയത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മുടെ ക്യാമ്പിംഗ് ഹട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അൽ ജസീർ ഡാം ഉള്ളത്. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു വണ്ടി. ഇങ്ങനെ ഇതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ടോപ്പിൽ നിന്നുള്ള ഒരു ഡാമിൻ്റെ വ്യൂ കിട്ടും. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. യു എയിൽ ഒരുപാട് ഡാമുകളുണ്ട്. എല്ലായിടത്തും മഴ പെയ്യുന്ന സമയത്ത് മാത്രമാണ് വെള്ളം ഉണ്ടാവുക. നമ്മുടെ മസ്ഫൂദ് ക്യാമ്പിംഗ് ഹട്ടാ കാണുന്നു. അപ്പോൾ ഇത് ഇന്നലെ പെയ്ത മഴയിലുള്ള കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സ്കെയില് ഏകദേശം 12 അടിയാണ്, 12 മീറ്റർ സ്കെയിൽ വെച്ചിട്ടുണ്ട്. അത്രയും വെള്ളം മഴ സമയത്ത് വരുമായിരിക്കും, അറിയില്ല. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കഴിഞ്ഞ മഴയിലൊക്കെ വെള്ളം കയറിയതിൻ്റെ പാടുണ്ട്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ പോകും. ഈ വെള്ളമാണ് ഇവരിവിടെ താഴെയുള്ള കുറേ കൃഷിയുണ്ട്, അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഈ വെള്ളമാണ്. അതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ. നല്ല ക്ലൗഡ്സ് ഉണ്ട്, നല്ല സ്കൈ ആണ്. ഞാനപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ ഉണ്ടാവും. അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഫോട്ടോ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കെന്തായാലും താഴെ ഇറങ്ങിപ്പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും കൂടെ കണ്ടിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോകാം.
ഇതാണ് ഇവിടെ നിന്ന് താഴ്ന്ന് ഉള്ള കാഴ്ച. കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ അൽ ജസീറ ഡാമിലെ കാഴ്ചകൾ. നമുക്കപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മസ്ഫൂത്ത് ഫോർട്ടുണ്ട്, മസ്ഫൂത്ത് പാർക്കുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അടുത്ത് പോകുന്ന വഴിക്ക് ഏതാണോ വരുന്നത് ആദ്യം അത് കാണാം. മസ്ഫൂത്ത് ഫോർട്ടിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും അതിനിടയ്ക്ക് വേറെ എന്തോ 1-2 സ്പോട്ടുണ്ട്. പോകുന്ന വഴിക്ക് കാണുകയാണെങ്കിൽ അങ്ങോട്ട് കയറാം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു മല കണ്ടിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിട്ട് നിർത്തിയതാണ്. ഇത് കണ്ടോ, ചിതൽപുറ്റ് പോലെ. ഇത് കുറേ ദൂരം ഇങ്ങനെ ഉണ്ട് കേട്ടോ. വാച്ച് ടവർ ഉണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ മുകളിൽ പോയിട്ട് താഴെ കുറേ കൃഷിയൊക്കെ ഉണ്ട്, വാദിയൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഈ ഫോർട്ടിൻ്റെ പേര് ബൊമ ഫോർട്ട് എന്നാണ്. ബൊമ ഫോർട്ട്. അങ്ങനെ ആ മെയിൻ റോഡിൽ നിന്ന് നല്ല കുത്തനെയുള്ളൊരു കയറ്റമായിരുന്നു. അത് കയറി വന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ താഴെയൊക്കെ വാദിയാണ്. നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. ആ വാച്ച് ടവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിലാണ്, ഈ കുന്നിൻ്റെ മേളിലാണ്. അവിടെ നമുക്ക് പോകണം. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആ കാണുന്നതൊക്കെ ഹത്ത ഏരിയ ആണ്. അവിടെയൊക്കെ അത് ഹത്തയാണ്. എങ്ങനെയുണ്ട് വ്യൂ? ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതിൻ്റെ താഴ്വശത്ത് ഫാമുകളൊക്കെയാണ്, എന്തൊക്കെയോ കൃഷികളൊക്കെയാണ്. മുഴുവൻ പച്ചപ്പാണ്. ഈ ഭാഗത്തൊക്കെ നല്ല കൃഷിയുണ്ട്, നല്ല പച്ച കളറിൽ. ഇവിടെ എല്ലാം ഏതൊക്കെയോ ഫാമുകളാണ്. ഇതിങ്ങനെ ഈ ലോങ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു 2 മലയുടെ ഇടയിലാണ് ഈ ഒരു സ്പോട്ട്. ഇതിങ്ങനെ ആ ലാസ്റ്റ് വരെ എന്തൊക്കെയോ കൃഷിയുണ്ട്. ഒരു മേളിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ്. സൈഡ് വാളൊന്നുമില്ല, കുത്തനെയുള്ള ഇറക്കമാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മേളിലാണ് ആ ബൊമ ഫോർട്ട് ഉള്ളത്, വാച്ച് ടവർ. അവിടെ കയറി നോക്കാം. ഈ വാച്ച് ടവറിൻ്റെ മേളിൽ പോകണമെങ്കിൽ ഈ കാണുന്ന കുത്തനെയുള്ള കയറ്റമാണ്. ഇതുവഴി കയറി വേണം പോകാൻ. അപ്പോൾ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കയറാൻ വേണ്ടിയിട്ട്. കയറി പകുതി എത്തുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. അപ്പുറത്തെ വശത്ത് കണ്ട അതുപോലെ തന്നെ ഇവിടെയും കുറേ ഡേറ്റ്സ് ഫാമും എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട്. ഇനി കുറച്ചും കൂടെ മുകളിൽ കയറണം വാച്ച് ടവർ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വാലി മുഴുവൻ നന്നായിട്ട് കാണാൻ പറ്റും. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരാളിനോ 2 ആളിനോ നിൽക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ തീരെ സൗകര്യമില്ല, മുഴുവൻ വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്.
ഇതിൻ്റെ മുകളിൽ കയറി എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് റിസ്ക്കാണ്. പക്ഷേ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അപ്പോൾ വരുന്നവർ ഇവിടെ എന്തായാലും മിസ്സാക്കണ്ട. പക്ഷേ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് അത്രയും സേഫ് അല്ല, മുതിർന്നവർ മാത്രം പോയാൽ മതി. പിന്നെ ബാർബിക്യൂവിനും ടെൻറ്റിങ്ങിനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞാലും. നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലമാണ്. താഴെ നല്ല വാദിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ടെൻ്റൊക്കെ അടിച്ചിട്ട് ബാർബിക്യൂവിനും പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ തന്നെ കുറച്ച് പേര് ഇവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയട്ടും പെർമനൻ്റ് ആയിട്ട് ടെൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പലരും വന്ന് ഇവിടെ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1-2 ഫാമിലിയൊക്കെ വന്ന് ടെൻ്റ് അടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ബോമ വ്യൂ വാച്ച് ടവറിലെ കാഴ്ചകൾ. നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ഇനി അടുത്തത് മസ്ഫൂദ് മ്യൂസിയമാണ്. 3 മണി വരെയാണ് വർക്കിംഗ് അവേഴ്സ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇപ്പോൾ 4 മണിയായി. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തു. പാർക്കിങ്ങിൽ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള വ്യൂവും നല്ലൊരു വ്യൂ ആണ്. നമ്മൾ പോയ ബൂമ വാച്ച് ടവർ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. ഓപ്പണാണ്, നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റും. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഒക്കെ ഇടാം. അപ്പോൾ കുറച്ച് കാഴ്ചകളുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ചാർജൊന്നുമില്ല, ഫ്രീ ആണ്. കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അടുത്തിനി ഗൂഗിൾ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ്. അടുത്ത സ്പോട്ടിലോട്ട് പോകാം നമുക്ക്. മസ്ഫൂദ് കാസിൽ നോക്കിപ്പോയിട്ട് കറക്റ്റ് കിട്ടിയില്ല. ഗൂഗിൾ ലൊക്കേഷൻ നോക്കിപ്പോയിട്ട് അതൊരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്താണ് കൊണ്ടുപോയത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ മസ്ഫൂദ് ഒയാസിസ് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് കണ്ടു. ഒരു ചെറിയ പാർക്കാണ്. വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും പിള്ളേർക്ക് കളിക്കാനെന്ന് പറഞ്ഞാൽ വേറെ റൈഡുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല സ്പേസും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പാർക്ക് കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി. മസ്ഫൂദ് ഒയാസിസ് എന്നാണ് ഇതിന് ബോർഡ് വെച്ചിരിക്കുന്നത്. അതായത് കണ്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുതിയതാണെന്ന് തോന്നുന്നു, അത്ര പഴക്കമുള്ളതായിട്ട് തോന്നുന്നില്ല. നല്ല മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ നടക്കാനുള്ള വാക്കിംഗ് വേ ഒക്കെ കാണാൻ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം അങ്ങനെ നടന്നു വന്നു. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വാദിയാണ്. മഴ സമയത്ത് വെള്ളം ഒലിച്ചു പോകുന്ന വാദിയാണ്. ഇന്നലെയൊക്കെ മഴ പെയ്തപ്പോൾ വെള്ളം ഒലിച്ചു പോയ പാട് കാണുന്നുണ്ട്. വെള്ളവും ചില സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുമുണ്ട്. ഇതെന്തായാലും കുഴപ്പമില്ല. റോഡിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ പാർക്കുള്ളത്. നല്ല നീളത്തിന് വാക്ക് വേ, 2 വശത്തോട്ടും നല്ല നീളത്തിന് വാക്ക് വേ ഉണ്ട്. ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ആൾക്കാർ ഇവിടെയുള്ള ലോക്കൽസൊക്കെ നടക്കുന്നുണ്ട്. സൺസെറ്റ് ആകാറായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ നിർത്തേണ്ടി വരും തോന്നുന്നു. സൺസെറ്റ് ആകാറായി. അപ്പോൾ ഇതൊക്കെയാണ് മസ്ഫൂത്തിലെ കാഴ്ചകളുണ്ട്. ഞാൻ ഇന്ന് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയ ഒരു 3-4 കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി എന്തെങ്കിലും വേറെ കാഴ്ചകളുണ്ടോയെന്ന് അറിയില്ല. അതെന്തായാലും എന്തുണ്ടെങ്കിലും അതിനി വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്ന ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദുബൈയിലും ഷാർജയിലൊക്കെ ഉള്ള ആൾക്കാർ ഹത്തയിൽ എപ്പോഴും വരുന്നതാണ്. ഹത്തയുടെ തൊട്ടടുത്തായിട്ടാണ് മസ്ഫൂത്ത് ഉള്ളത്. ഒരു ദിവസം വന്ന് കണ്ട് ചെലവഴിക്കാനുള്ള കുറേ കാര്യങ്ങൾ മസ്ഫൂത്തിലുമുണ്ട്. ടൂറിസ്റ്റുകൾക്കൊന്നും അങ്ങനെ അധികം മസ്ഫൂത്തിനെ പറ്റി അറിയില്ല. ഞാനും ഈ അടുത്ത കാലത്താണ് മസ്ഫൂത്തിനെ പറ്റി അറിയുന്നത്. ഈ കൊറോണ സമയമൊക്കെ അല്ലേ, അപ്പം തിരക്കൊന്നും ഇല്ലാതെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്ഫൂത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ല കാഴ്ചകളുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരെ